ഹലോ, നിന്നോടൊരു കഥ പറയട്ടെ. ഒരമ്മയുടെയും അമ്മയാൽ ഉപേക്ഷിക്കപ്പെട്ട ആൺകുട്ടിയുടെയും കഥ. ഏറെ വേദനയോടെയാണ് ആ ദിവസം അവൾ ആ തീരുമാനമെടുത്തത്. തൻ്റെ ആൺകുഞ്ഞിനെ ഉപേക്ഷിച്ചേ മതിയാകൂ. ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ ഒരുപക്ഷെ അവൻ കൊല്ലപ്പെട്ടേക്കാം. അന്ന് രാത്രി തൻ്റെ മൂത്ത മകളെ വലം കൈയിൽ ചേർത്ത് പിടിച്ചും തനിക്ക് പിറന്ന ആൺതരിയെ മാറോട് ചേർത്ത് പിടിച്ചും ആ അമ്മ വിറയാർന്ന പാദങ്ങളോടെ നദിക്കര ലക്ഷ്യമാക്കി നടന്നു. പുലരുവോളം കാത്തിരുന്ന് നദിക്കരയിൽ തൻ്റെ ആൺകുഞ്ഞിനെ അമ്മ ഉപേക്ഷിച്ചു. എന്നിട്ടും അവനെ വിട്ടുപിരിയാനുള്ള മനസ്സില്ലായകയാൽ അവൻ്റെ സഹോദരിയെ അവനെ സുരക്ഷിതമായ കരങ്ങളിൽ എത്തപ്പെടുന്നതുവരെ കാവലേർപ്പെടുത്തി ആ അമ്മ വിതുമ്പിക്കൊണ്ട് തിരികെ നടന്നു. അന്ന് ആ നാട്ടിലെ രാജകുമാരിയും പരിവാരങ്ങളും ആ നദിക്കരയിൽ കുളിച്ച് രസിച്ച് ആഘോഷിക്കാനായി വന്നപ്പോൾ ആ കുഞ്ഞിനെ ബുദ്ധിപൂർവം അവൻ്റെ പെങ്ങൾ അവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു. അവൻ രാജകുമാരിയുടെ കൊട്ടാരത്തിൽ അതിമിടുക്കനായി വളർന്നു. അതികായനായ ഒരു മനുഷ്യനായി മാറി. അവൻ്റെ പേര് മോസസ്. മോശ എന്ന വലിയ പ്രവാചകനായി അവൻ മാറി. ഉപേക്ഷിക്കപ്പെട്ട ജീവിതങ്ങളെ ദൈവമെടുത്ത് പണിതുയർത്തുന്ന മനോഹരമായൊരു കഥയാണ് മോസസിൻ്റേത്. ചരിത്രത്തിൽ മോസസിനോളം തലപ്പൊക്കമുള്ള മനുഷ്യർ അധികമൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടോ സ്വന്തം തെറ്റുകളുടെ ഏറ്റുപറച്ചിലുകളായോ ഒക്കെ ഉപേക്ഷിക്കപ്പെട്ട അനേകം മനുഷ്യർ നമ്മുടെ ചുറ്റിനുമുണ്ട്. അവരെയൊക്കെ ആരൊക്കെയോ പരിപാലിച്ചു, ആരൊക്കെയോ ലാളിച്ചു, ആരുടെയൊക്കെ കനിവിൻ്റെ കരങ്ങളാൽ അവർ വളർന്നു. അവർ വലിയ വൃക്ഷങ്ങളായി രൂപാന്തരപ്പെട്ടു. എങ്കിലും ഉപേക്ഷിക്കപ്പെട്ടവൻ്റെ വേദന ഹൃദയത്തിൽ ഒടുങ്ങാത്ത നീറ്റലായി എന്നും നിലകൊള്ളും. ഒരു പക്ഷേ അത് കൂടുതൽ കരുത്തോടെ വളരാൻ അവന് ഒരു പ്രേരക ശക്തിയായി മാറാം. എന്നാൽ മറ്റു ചിലർക്ക് അത് ജീവിതത്തിൻ്റെ തളർച്ചയുടെ ആരംഭവുമാണ്. ഉപേക്ഷിച്ചു പോകൽ സത്യത്തിൽ ശാരീരികം മാത്രമല്ല കേട്ടോ, അത് വൈകാരികം കൂടെയാണ്. ഒരാൾ നിനക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ ആവർത്തിച്ച് ലംഘിക്കപ്പെടുന്നത് നിന്നെ ഉപേക്ഷിക്കുന്നതിന് തുല്യമാണ്. നിന്റെ സാന്നിധ്യം വിലമതിക്കാതിരിക്കുമ്പോൾ നീ ഉപേക്ഷിക്കപ്പെടുകയാണ്. നിന്റെ ജീവിത പ്രശ്നങ്ങളിൽ നിന്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് ഒരു വൈകാരിക പിന്തുണ കിട്ടാതിരിക്കുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയാണ് നിനക്കുണ്ടാകുന്നത്. നമ്മൾ പറയുന്ന ആശയങ്ങളും അഭിപ്രായങ്ങളും അംഗീകരിക്കപ്പെടാതെ വരുമ്പോൾ നമ്മളെ ഉപേക്ഷിച്ചതിന് തുല്യമല്ലേ? നമ്മുടെ ചിന്തകളെ മാനിക്കാതിരിക്കുമ്പോൾ, നമ്മോട് സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുമ്പോൾ, നമ്മുടെ സങ്കടങ്ങളിൽ നമ്മുടെ തോളോട് തോള് ചേർന്ന് നിൽക്കാൻ ഒരാളില്ലാതെ വരുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥ നമുക്കുണ്ടാകാറില്ലേ? ഞാൻ കണ്ട ഉപേക്ഷിക്കപ്പെട്ടവൻ്റെ വേദനയിൽ ഹൃദയത്തെ പിടിച്ചുകുലുക്കിയ അനുഭവം നസ്രായൻ്റെ ജീവിതത്തിലേതാണ് കേട്ടോ. മരണത്തിൻ്റെ വക്കോളം എത്തി ശാരീരികമായും മാനസികമായും വൈകാരികമായും താൻ ഉപേക്ഷിക്കപ്പെട്ടുവെന്ന സങ്കടത്തിൻ്റെ നിമിഷങ്ങളിൽ നസ്രായൻ്റെ ഒരു നിലവിളിയുണ്ട്. പ്രപഞ്ചഗോളങ്ങളെ വിറപ്പിച്ച നിലവിളി, മനുഷ്യൻ്റെ ചങ്കുലച്ച നിലവിളി. എൻ്റെ ദൈവമേ, നീയും എന്നെ ഉപേക്ഷിച്ചോ എന്ന ചോദ്യം. ആ ചോദ്യം ഇന്നും ആവർത്തിക്കപ്പെടുന്നുണ്ട് കേട്ടോ. നമ്മുടെ സങ്കടങ്ങളുടെ നിമിഷങ്ങളിൽ നമ്മൾ ചങ്ക് തകർന്ന് ചോദിക്കുന്ന ചോദ്യം, നീയും എന്നെ ഉപേക്ഷിച്ചോ? അമ്പലനടകളിൽ, ദേവാലയ തിരുമുറ്റങ്ങളിൽ, വഴിയോരങ്ങളിൽ, ആൾത്തിരക്കുകളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ എന്നുവേണ്ട എത്രയോ ഇടങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയ ജന്മങ്ങളുണ്ട്. വാർദ്ധക്യത്തിൻ്റെ ദൈന്യത പേറുന്ന പേക്കോലങ്ങളെപ്പോലെ ചില മനുഷ്യർ, ജന്മം കൊടുത്ത മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് അമ്മത്തൊട്ടിലുകളിലേക്ക് എത്തപ്പെടുന്ന ജീവിതങ്ങൾ, ആരോഗ്യമുണ്ടെന്ന് പുറമേ തോന്നുമ്പോഴും വൈകാരികമായി ഉപേക്ഷിക്കപ്പെട്ട അനേകം മനുഷ്യർ. ഇവയെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഉപേക്ഷിക്കൽ ശാരീരികം മാത്രമല്ല, അത് വൈകാരികവുമാണ്. അത് സ്നേഹനിരാസമാണ്. Abandonment is not just physical, but it is emotional as well. നിന്റെ പ്രവൃത്തികൾ കൊണ്ട് ഒരാൾക്കും ഉപേക്ഷിക്കപ്പെട്ടു എന്ന തോന്നലുണ്ടാകരുത് കേട്ടോ. അത് വൈകാരികമായിട്ടാണെങ്കിലും, വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതാണെങ്കിലും, അവരുടെ സാന്നിധ്യത്തെ വിലമതിക്കുന്നതിലാണെങ്കിലും, ചിന്തകളെ മാനിക്കുന്നതിലാണെങ്കിലും, സ്നേഹം പ്രകടിപ്പിക്കുന്നതിലാണെങ്കിലും ഒരാളും മാറ്റി നിർത്തപ്പെടരുത്. കൂടെയുണ്ട് കേട്ടോ, കൂട്ടിനും പിന്നെ എൻ്റെ പ്രാർത്ഥനയും.